ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. സിറ്റൗട്ട് ഒന്ന് വൃത്തിയാക്കി ഒന്ന് ചെടികളൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാമെന്നാണ് പ്ലാന്. വലിയ രീതിക്ക് മാറ്റങ്ങളൊന്നും വരുത്തണില്ല, എന്നാലും എൻ്റെ കയ്യിലുള്ള ചെടികളൊക്കെ വെച്ചിട്ട് ഒന്ന് സിറ്റൗട്ടൊന്ന് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ മാറാലും ഒന്ന് തട്ടിയെടുക്കുകയാണ്. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ല. അന്ന് ഇത് മോഡലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരു പടിയും ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും കൂടി നായ്ക്കൾക്കും പൂച്ചകൾക്കും എല്ലാത്തിനും കയറി വരാം കേട്ടോ. അപ്പം എപ്പോഴും ഒരു വൃത്തികേടായ ഒരു ഫീലാട്ടോ എനിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സിറ്റ് ഔട്ടിലുള്ള ബെഞ്ചൊക്കെ ഞാൻ റൂമിലാണ് കൊണ്ടുപോയിട്ടത്. അതൊരു സോഫ പോലുള്ള ബെഞ്ചായതുകൊണ്ട് തന്നെ പൂച്ചകളും ഒക്കെ കയറിയിരിക്കും. അത് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ പ്ലെയിൻ ആക്കിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എനിക്കാണെങ്കിൽ സിറ്റ് ഔട്ടിൽ നല്ല ചെടികളൊക്കെ വെച്ച് നല്ല ഒന്ന് അറേഞ്ച് ചെയ്തിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വൃത്തികേടാക്കൂട്ടെ. എത്ര നന്നാക്കി വെച്ചാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വൃത്തികേട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയിലിടയിൽ ഇങ്ങനെ സിറ്റ് ഔട്ട് കഴുകി എടുക്കലാണ് കേട്ടോ ചെയ്യുക. നല്ല പൈപ്പൊക്കെ ഇട്ടിട്ട് സർഫൊക്കെ ഇട്ടിട്ട് തേച്ച് കഴുകി എടുക്കുകയാണ് ചെയ്യുക. പിന്നെ ചവിട്ടി ഞാൻ ഇടലില്ല കേട്ടോ. ചവിട്ടിയൊക്കെ ഞാൻ എടുത്ത് വലിച്ചെറിഞ്ഞ് വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ മതിയാകും. അപ്പോൾ ഇതാ പിന്നെ ഞാൻ മൊത്തത്തിൽ മാറാലൊന്നും തട്ടിയെടുക്കണം. നല്ല പൊടി ഉണ്ടാവും കേട്ടോ ഇവിടെ. അങ്ങനെ എന്താ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ചെടി കൊണ്ടുവന്ന് വെച്ചിന്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിന്. ഇപ്പോൾ അതിൻ്റെ ഒരു രസം പോയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് അപ്പോൾ ഓരോരോ ഇതിന് വെക്കണതാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത് മാറ്റണമെന്ന് തോന്നും. ഞാൻ മാറ്റിട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം. ഇനിയിപ്പോൾ അവിടെ വേറൊരു ചെടി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇതാ ഇവിടെ സിറ്റ് ഔട്ടിൽ എന്ന് പറഞ്ഞാൽ 2 ജനവാതിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജനവാതിലൊക്കെ എനിക്ക് ഇനി ഉള്ളിലായാലും ഒക്കെ തുടച്ച് വൃത്തിയാക്കാൻ എനിക്ക് എളുപ്പമാണ് കേട്ടോ. ഈ ഒരു കമ്പി ആയതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. അങ്ങനെ എന്താ ഇതൊക്കെ ഞാൻ സർഫ് ഇട്ടൊന്നും ഞാൻ കഴുകണില്ല കേട്ടോ. ഇതിൻ്റെ പോളിഷൊക്കെ പോകുമെന്ന് വിചാരിച്ചിട്ടും തുണി നനച്ചിട്ടാണ് ഞാനൊക്കെ ഒന്ന് തുടച്ച്. ഇതിപ്പോൾ ഇന്ന് നല്ല തുണിയൊക്കെ വെച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞാലും ഇതേമാതിരി നല്ല പൊടി ഉണ്ടാവും കേട്ടോ. കാരണം നമ്മളെ വീട് റോഡിൻ്റെ അടുത്തായതുകൊണ്ടും പിന്നെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് അത് വരുന്നതെന്ന് അറിയില്ല. നല്ല ഉണ്ടാവും കേട്ടോ. നമ്മളൊന്ന് വിരൽ വെച്ചൊന്ന് തോണ്ടിയാൽ തന്നെ നല്ല പൊടി കിട്ടും. അപ്പോൾ എപ്പോഴെപ്പോഴും ഇതിങ്ങനെ വൃത്തിയാക്കി എടുക്കാനും കഴിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കല്യാണമൊക്കെ വരാൻ പോകണം, ഇനി ദിവസങ്ങളില്ല. അപ്പോൾ കുറേ ദിവസമായിട്ടോ ഞാനിത് നന്നാക്കണം എന്നിങ്ങനെ വിചാരിക്കണത്. ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി നമ്മളെ സിറ്റ് ഔട്ട്. മറ്റേത് ആദ്യമൊക്കെ ഞാൻ ഇടയിലിടയിൽ ചെയ്യലുണ്ടായിന്. ഇപ്പം ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പുറത്ത് പോവട്ടെ, ഓരോ സാധനത്തിനായിട്ട് ഇങ്ങനെ പുറത്ത് പോണതുകൊണ്ട് എനിക്കാണെങ്കിൽ സമയം കിട്ടൂല. പിന്നെ ആണെങ്കിൽ 2 ദിവസം പണിയെടുത്താൽ 3 ദിവസം പനിച്ച് കിടക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഉള്ളിലെ ക്ലീനിങ്ങൊക്കെ കഴിയും, പിന്നെ ഞാൻ പനിച്ച് കിടക്കും. അങ്ങനെ ഒരു സ്വഭാവമാണ്. ഇന്നലെ പിന്നെ വീഡിയോ ഇടാൻ പറ്റാത്തതും അതുകൊണ്ട് കേട്ടോ. ഇന്നലെ നല്ല പനിയേനി എനിക്ക്. അതുകൊണ്ട് തന്നെ മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് പിന്നെ കഞ്ഞി വെച്ചിട്ട് കേട്ടോ ഞാൻ പിന്നെ കിടന്നുറങ്ങി. വൈകുന്നേരം ആവോളും അത്രക്കും ഇന്നലെ തീരെ വെയ്യേനി. അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ ഞാൻ ഇടാഞ്ഞത്. അങ്ങനെ ഇതാ ഇവിടെ മൊത്തത്തിൽ ജനവാതിലും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഏതൊരു സംഗതി വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴാണ് കേട്ടോ എനിക്കൊരു ഇത് കിട്ടുള്ളൂ. ഞാൻ ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിലും അവസാനം പൈപ്പിട്ട് ഞാൻ കഴുകിന്. പിന്നെ തുടച്ചെടുത്തിട്ട് എനിക്കൊരു സുഖം കിട്ടണില്ല കണ്ടിട്ട്. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഇനിയിപ്പോൾ സിറ്റ് ഔട്ടിലെ നിലം ഒന്ന് തേച്ച് കഴുകാനുള്ള പ്ലാനാണ് കേട്ടോ. ഇടയിലൊക്കെ ചെറിയൊരു കറ പോലെയൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ ഈ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കണതുകൊണ്ട് തുടക്കുമ്പോഴാണെങ്കിൽ ചെടി ചിലപ്പോൾ ഞാൻ നീക്കലൊന്നുമില്ല കേട്ടോ. ചില സമയത്ത് അങ്ങനെയാണ് തുടച്ച് പോവലാണ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കറകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല സ്ക്രബ്ബർ വെച്ച് ഒരടിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നല്ലൊന്ന് സർഫൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് ഒരത്തി സെറ്റ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്നെപ്പോലെ ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. റൂമിലായാലും ലിവിങ് ഏരിയയിലായാലും സിറ്റ് ഔട്ടിലായാലും ഒക്കെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അധികം എനിക്ക് കുക്കിംഗ് ചെയ്യുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തേച്ച് കഴുകിൻ്റെ ശേഷം എന്താ പൈപ്പിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിലും പിന്നെ നിലം ഒരു സിമെൻ്റ് ഇട്ട് ഭാഗമുണ്ടല്ലോ അവിടെയൊക്കെ അത്യാവശ്യം നല്ല ചെളി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് ദിവസമായിട്ട് മഴ ആയിട്ട് തന്നെ അവിടെ ഇങ്ങനെ ഒരു വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അതൊക്കെ പിന്നെ ഞാൻ നല്ല സ്ക്രബ്ബറൊക്കെ വെച്ച് നല്ല ഉരച്ച് ഞാൻ കഴുകിയിട്ടുണ്ടായിന്. എന്നെക്കൊണ്ട് കഴിയണമായിരിയൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. 2 ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. 4ാം ദിവസം പിന്നെയും ഇത് വൃത്തികേടായിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മളെ സിറ്റ് ഔട്ട് എപ്പോഴും നല്ല വൃത്തിയിലും നീറ്റിലും നിൽക്കും. ദിവസം കുറച്ച് സമയമൊക്കെ മാറ്റി വെച്ചാൽ നമ്മൾ സിറ്റ് ഔട്ട് എപ്പോഴും വൃത്തിയിലൊക്കെ നിൽക്കും കേട്ടോ. പക്ഷേ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടില്ല. ചില സമയത്ത് മടിയെന്ന് പറഞ്ഞ വില്ലനൊക്കെ കയറി വരും. അപ്പം ഞാൻ പിന്നെ അവിടെ ഇട്ട് പോകും. ചില സമയത്ത് നല്ല ഇൻട്രസ്റ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഇങ്ങനത്തെ പണി. അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് വെള്ളം അടിച്ചു കഴുകി ആ പതിയും ഒക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം പിന്നെ ചുമരും കൂടി ഞാനൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ വീടിൻ്റെ ചുമരൊക്കെ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തുണി വെച്ച് തുടച്ചാൽ തന്നെ പോകും. പക്ഷേ ഇത് കുറച്ച് ദിവസമായിട്ടോ ഈ ചളി അവിടെ പിടിച്ചിട്ടുണ്ട്. ചളി ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ കാണുകയാണെങ്കിൽ അപ്പം
തന്നെ അത് തുടച്ചാൽ അത് അപ്പം തന്നെ പോകും. അവിടെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ കുറച്ചൊരു പണിയാണ് കേട്ടോ. ഞാനിങ്ങോട്ട് മെല്ലെ ബ്രഷ് ആയിട്ടൊക്കെ മെല്ലെ ഒന്ന് തേച്ച് കഴുകി എടുത്തിട്ടുണ്ടേനി. എനിക്കാണെങ്കിൽ ചുമരുമ്പോൾ ചളി കാണാൻ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. അങ്ങനെ ഒരുവിധമൊക്കെ ഞാൻ ചുമരുമ്പത്തെ ചെളിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഈ മക്കളിങ്ങനെ കയറി വരുമ്പോൾ തൊടുന്നതാണ്. അങ്ങനെ അതാ സിറ്റ് ഔട്ടൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി ഇട്ടിക്കണേ. ഇനിതാ പുതിയ ചവിട്ട് ഞാൻ വാങ്ങി വെച്ചതിന് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചവിട്ടെടുക്കാൻ പോയതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കിയിട്ട് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് ചവിട്ടിയൊക്കെ വാങ്ങണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ദാ പുതിയ ചവിട്ടിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റാക്കി ഇടണം. ഒന്ന് കുറച്ചൊന്ന് വലിപ്പം കൂടിയിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചവിട്ടിട്ട് ഒരു പച്ച പുല്ലിൻ്റെ ചവിട്ടീന് കേട്ടോ. അതാണെങ്കിൽ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ സ്ലിപ്പായിട്ട് പോകും, അതിന്മേൽ നിൽക്കണില്ല. ഇത് പിന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ മക്കൾ ഓടിച്ചാടി കയറി വരുമ്പോൾ എന്താ പാടുന്ന് അറിയില്ല. ഏതായാലും ഞാനിവിടെ ഒക്കെ ഒന്ന് സെറ്റാക്കി ഇടുന്നുണ്ട്. താഴെയുള്ള സിമെൻ്റ് ഇട്ട ഭാഗം ഞാൻ നല്ലൊന്ന് ഒരതി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ദാ നല്ല വെയിലും ഉണ്ട് കേട്ടോ. ഈ സമയത്ത് മുറ്റത്ത് നിൽക്കാൻ തന്നെ കഴിയണില്ല. ഞാനാണെങ്കിൽ വയർത്ത് കുളിച്ച് നിൽക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനിയും കാരണം എനിക്ക് നിൽക്കാൻ പറ്റണില്ല. ഒന്നും കൂടിയൊക്കെ നല്ല സെറ്റാക്കി അറേഞ്ച് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഉണ്ടേനി കേട്ടോ. പിന്നെ എനിക്ക് ഉള്ള സാധനമൊക്കെ വെച്ചിട്ട് തൽക്കാലം ഇപ്പം അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നല്ല ചെടികളൊക്കെ വാങ്ങിയിട്ട് സിറ്റൗട്ട് ഇൻഷാല്ല സെറ്റാക്കണം എന്നൊക്കെ പ്ലാനുണ്ട്. അങ്ങനത്തെ ചവിട്ടിയൊക്കെ ഇട്ടതിന് ശേഷം ചെടികളൊക്കെ ഞാൻ കൊണ്ടുവന്ന് പുറത്തുള്ള ചെടിച്ചട്ടിയൊക്കെ ഞാനത് തേച്ച് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴുകി ഉണങ്ങിയതിൻ്റെ ശേഷമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. എനിക്കിങ്ങനെ എപ്പോഴും സിറ്റൗട്ടിൽ ചെടികൾ കാണണം കേട്ടോ. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാലയൊക്കെ എടുക്കണത് എനിക്ക് ഇഷ്ടമല്ല. എന്നാലും ഞാൻ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ കാലയാക്കി ഇടലുണ്ട് കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി മടുക്കുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇടും, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ദാ മൊത്തത്തിൽ ചെടികളൊക്കെ വെച്ച് സെറ്റാക്കി ഇട്ടിക്കണേ. ഇനിയിപ്പോൾ സിറ്റൗട്ടിൽ ഇരിക്കണ സംഭവം ഞാനും റൂമിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ. അതും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി അതിങ്ങനെ പൂച്ചകൾ കയറി ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് റൂമൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ. അങ്ങനത്തെ ചെടികളൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. വീഡിയോയിൽ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടേനി. അങ്ങനത്തെ പിന്നെ മെറ്റലും കൂടി ഞാനൊന്ന് ലെവലാക്കി എടുക്കാൻ കേട്ടോ. ചില ഭാഗത്തൊന്നും മെറ്റലില്ല, അപ്പോൾ അതും കൂടി ഒക്കെ ഒന്ന് നീക്കി മുറ്റൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ മുറ്റത്തെ മെറ്റലൊക്കെ ഞാനൊന്ന് ലെവലാക്കി സെറ്റാക്കിയതിന് ശേഷം മുറ്റം മൊത്തത്തിലൊന്ന് ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് ഉണ്ടേനി. ഇപ്പോൾ നമ്മളെ സിറ്റൗട്ടിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. അപ്പം ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമ്മളെ സിറ്റൗട്ട് നല്ല അടിപൊളിയാക്കി വെക്കാൻ നമുക്ക് പറ്റും. കുറേ പൈസ കൊടുത്ത് ചിലവാക്കി സാധനങ്ങൾ വാങ്ങി അങ്ങനെ ആക്കേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിട്ടോ. നല്ല രസമുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും ഒരുപാട് സ്നേഹം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.